മഴ തുടങ്ങി. നിൽക്കുമ്പോൾ മഴ കാണുവാണോ? അതെയോ? കുറേ ദിവസമായാലും എനിക്ക് മഴ തുടങ്ങിയിട്ട്. ഇല്ല, മഴ പെയ്തിട്ട് കുറേ ദിവസം. മഴ തുടങ്ങുന്നതേ ഉള്ളൂ. പെയ്താൽ മതിയായിരുന്നു. വൈകിട്ടൊരു 3-3:30 സമയമാണ്. മഴക്കോളാണ് ഇത്ര ഇരുട്ടായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും. മഴയ്ക്ക് മുന്നേ തീയിട്ടതാ ആ പുക. മഴ ഉറച്ചിട്ടില്ല, അതാ പുകയിന്. മഴ പെയ്ത് കഴിയുമ്പോൾ ഈ മണ്ണിനൊരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചിലർക്കൊന്നും അത് ഇഷ്ടമല്ല. ഓരോരുത്തരുടെ രീതികൾ. പുല്ല് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അത് ഇവിടെയൊക്കെ അത്യാവശ്യം പുല്ല് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അതെല്ലാം വൃത്തിയാക്കി ഇപ്പം നന്നായിട്ടിരിപ്പുണ്ട്. ഇനിയും ഉണ്ട് കുറച്ച് ആ സൈഡിലേക്കൊക്കെ. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുല്ല് പിടിക്കും. നമ്മൾ എത്ര പറ്റിയാലും പിന്നും വരും. ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലൗസ് അല്ലേ അത്, ഉണങ്ങാനിട്ടത് അവിടെ കിടക്കുന്നത്. അത് മോശമായി, അതാ അവിടെ ഇരിക്കണേ. നമ്മുടെ ബട്ടർഫ്ലൈ ചെടിയൊക്കെ ഇതേ അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. അത് ഞാൻ ഇപ്പോൾ സ്ഥലം മാറ്റം കൊടുത്തു. ഇപ്പോൾ ദേ ഇവിടെ ഇരിക്കണേ. നിങ്ങളാരെങ്കിലും ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ദേ ഇതുപോലെ കുഞ്ഞിലെ ഇതുപോലെ ഇഷ്ടികക്കല്ലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടോ? ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ 3 പേരായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം പുരയിടമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മത്സരിച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കളിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ തരംതിരിക്കുന്ന ഇതുപോലെ ഇഷ്ടികയൊക്കെ വെച്ചിട്ടാണ്. എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ അത് ഓർമ്മ വന്നേ. കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയപ്പോൾ ഞാൻ ഇതുപോലെ നീളത്തിൽ വെച്ചു. നേരത്തെ അല്ലാതെ ഞാനീ മരത്തിന് ചുറ്റും മാത്രം വയ്ക്കുന്നത്. ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ചിങ്ങനെ നീട്ടത്തിൽ വയ്ക്കാമെന്ന്. അപ്പോൾ ആ പഴയൊരു നൊസ്റ്റാൾജിയൊക്കെ തോന്നി. ഈ 2 ചെടികൾ നല്ല രസമുണ്ടല്ലേ, ബുഷിയായിട്ട് നിൽപ്പുണ്ട്. വലിയ പൊക്കവും വരത്തില്ല, നല്ല ഫ്രൂട്ട്സ് ചെടിയാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം കാണിച്ച ജാമ്പവരം. ഇത് നമ്മുടെ ബുഷ് ഓറഞ്ചാണ്. ഇതിനകത്തും കായകളൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ 2 കായൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഈ പോർഷനാണ്. ഇവിടെ ആകുമ്പോൾ കുറേ ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ട്. ചില സമയത്ത് കിളികളൊക്കെ വന്നിട്ട് നല്ല രസമാണ്. മഴയത്തൊക്കെ പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഈ സാധാ ഇതുപോലെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കണ്ട് ഇതുപോലെ സിമൻ്റൊക്കെ ചെയ്തിട്ടിരിക്കുന്നതിനെക്കാട്ടി ഒരു സുഖമാണ് ഇത് ഇതുപോലുള്ള മുറ്റമൊക്കെ കാണുമ്പോൾ. ഞങ്ങളുടെ മുറ്റത്തിൻ്റെ കുറച്ച് ഭാഗം ഇതുപോലെ സിമൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ബാക്കി കുറച്ച് പോർഷനാണ് ഇതുപോലെ. പക്ഷേ ഈ ഒരു പോർഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സ്പൈഡർ പ്ലാന്റ് ഇല്ലേ, ഈ ഒരു പ്ലാന്റ്, ഇത് കുറച്ച് നാൾ മുന്നേ കൊണ്ട് വെച്ചതാണ്. പക്ഷെ അതിനകത്ത് നിറച്ചും തൈകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനി കുറച്ചൊക്കെ മാറ്റി നടണം. എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് അതൊക്കെ ഒന്ന് ചെയ്യണം. ഇപ്പോൾ ആ ചട്ടി നിറച്ചും അങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ സ്ഥാനം അതങ്ങ് പുറത്ത് അങ്ങായിരുന്നേ. നല്ല വെയിലായിരുന്നു അവിടെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റിയൊക്കെ കുറച്ച് നടണം. പുതിയ പോട്ട്സൊക്കെ വാങ്ങിക്കണം. കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. പിന്നെ തറയിലും കുറച്ച് നടണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്ത് സെറ്റാവട്ടെ. അപ്പോൾ നമുക്കിങ്ങനെ കുഴിക്കാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും. ഈ ഒരു ചെടിയുണ്ടോ, ഈ സംഭവമില്ലേ, ഞാൻ മുന്നേ നമ്മൾ പോയില്ലേ ട്രിവാൻഡ്രത്ത് അഗ്രോയിൽ, അവിടുന്ന് വാങ്ങിച്ച അരേക്ക പാമ്പിൻ്റെ ചെടിയാണിത്. എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ചെടിയൊക്കെ മേടിച്ചിട്ടുണ്ട്, പിന്നീട് പറയാമെന്ന്. പക്ഷേ അത് ഞാൻ മാറ്റി നട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ അടുത്താണ് ഞാൻ ഇത് മാറ്റി നട്ടത്. അപ്പോൾ ഇത് 1ാമത്തെ ചട്ടി. പിന്നെ അതുകൂടാതെ ഞാൻ വേറൊരു ചട്ടിയിൽ നട്ടിട്ടുണ്ട്. ഇതാണ് 2ാമത്തത്. ഇനിയും ഞാൻ വാങ്ങിച്ച തൈയിൽ കുറേ ഉണ്ട്. അപ്പം ഞാൻ ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നട്ടിരിക്കുക. ഇനി ബാക്കിയുള്ളത് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി അവിടെ ഇതുപോലെ ഞാൻ 2 ചട്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നടണം. നിറച്ച് തൈ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് പോട്ട്സിലൊക്കെ നടാൻ പറ്റും. ഈ പ്ലാന്റ് ആണെങ്കിലും ഞാൻ കുറേ നാളായിട്ട് നോക്കി നടക്കുമായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു ഇതെങ്ങനെയാണ്. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ തൈ ആയിരിക്കുമോ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉള്ളവരുടെ അടുത്തൊക്കെ ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അവർക്കും കറക്റ്റൊന്നും അറിയത്തില്ലായിരുന്നു. അവസാനമാണ് എനിക്കിത് മനസ്സിലായത്. ഇത് നമ്മുടെ അടക്കയുടെയൊക്കെ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ്. പാം ട്രീസ് തന്നെയാണ്. അപ്പോൾ അതിലുള്ളൊരു അരേക്ക പാമാണ്. അപ്പോൾ അതിൻ്റെ കുരു വീണിട്ട് ഇങ്ങനെ മുളച്ച് വരുന്ന തൈകളാണ്. അപ്പോൾ അതിൻ്റെ വലിയ മരം ഉണ്ടെങ്കിൽ
ഇതിൻ്റെ ഈ തൈകളൊക്കെ ഉണ്ടായി കിട്ടും. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വാങ്ങിക്കാനായി പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മരം ഉള്ളിടത്ത് പോയി കണ്ടുപിടിച്ച് അതൊക്കെ ഉള്ളവർക്കേ അത് പറ്റും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ റേറ്റൊക്കെ ഞാനന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അപ്പോൾ ഡൗട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ അഗ്രോ വിസിറ്റ് ചെയ്ത ആ വീഡിയോ. ഇത് നല്ലൊരു അരേക്ക പാമ്പാണ് കേട്ടോ. നമുക്കിങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ പോട്ട്സിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ, ഇത് വെച്ചിരിക്കുന്നത് മറ്റേ സിമെൻറ്റിൻ്റെ ചട്ടിയാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോഴേ ഉള്ള പെയിൻറ്റാണ്. പിന്നെ ഞാനായിട്ടിത് പെയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി കുറച്ച് നാൾ ഇരുന്നിട്ട് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് കുറേ നാളിങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിങ്ങനെ നട്ടു കൊടുത്തത്. ഇങ്ങനെ നടാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എന്തോ കൊണ്ട് സമയത്ത് പറ്റിയില്ല. സാധാരണ ചെടിയൊക്കെ ഞാൻ വാങ്ങിച്ച ഉടനെ തന്നെ അങ്ങോട്ട് തിരിച്ച് വേറെ ചട്ടിയിലൊക്കെ നടും. പക്ഷേ ഇതെന്തോ ഞാനിങ്ങനെ കുറേ നാളിങ്ങനെ ആറ്റുനോറ്റിരുന്ന് വാങ്ങിച്ചതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് നട്ടു കൊടുക്കണമെന്ന് എനിക്കൊരിതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് കുറേ നാളെടുത്തിട്ട് ശേഷം ഇത് നട്ടു കൊടുത്തത്. അപ്പോൾ ഇത് കുറച്ച് ദിവസം ആയിട്ടുണ്ട്, ഇതിങ്ങനെ പിടിച്ച് കിട്ടുന്നുണ്ട്. ഇവിടെ സ്നേക്ക് പ്ലാന്റ് ഉണ്ടോ, ഇതും അങ്ങ് ദൂരത്തിരുന്നതാണോ. ഞാനപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ഇങ്ങോട്ടെടുത്ത് വെച്ചതാ. ഇത് നമ്മുടെ പുറത്തുള്ള ഈ ഒരു സ്റ്റെയറിൻ്റെ അടുത്തുള്ള സ്ഥലം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഇങ്ങനെ വെച്ചായിരുന്നു. അവിടെയായിരുന്നു നമ്മുടെ ഒരു ടാങ്ക് ഇരുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചു. വെള്ളം എടുക്കാനുള്ള സൗകര്യത്തിന് അത് വേറെ മാറ്റി വെച്ചിരിക്കുക. നല്ല രസമുണ്ടല്ലേ ഈ ഒരു സ്ഥലം, ഈ മണ്ണൊക്കെ ഉള്ള സ്ഥലം. ഇടയ്ക്ക് ഇതിലൊക്കെ ഇങ്ങനെ ചവിട്ടി കിടക്കണം, ഒരു പ്രത്യേക സുഖം. മഴയുള്ളതുകൊണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഇത് നട്ടു കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഭംഗിക്ക് ഇതൊക്കെ പിടിക്കുമെന്ന്. പ്രത്യേകിച്ച് മണി പ്ലാന്റൊക്കെ. ഇതൊക്കെ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്ന ചെടികളാണ്. ഇവിടെയുള്ള മിക്കതും തന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ ചെടികൾക്കൊക്കെ നല്ല ഇതാണെന്ന് തോന്നുന്നു. ചിലതിനൊക്കെ നല്ല വെയിൽ വേണമല്ലോ, അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നുണ്ട്. പിന്നെ മിക്ക ദിവസവും ഞങ്ങൾ രാവിലെയും വൈകിട്ടും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് പ്ലാന്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മണി പ്ലാന്റൊക്കെ ഞാൻ ട്രിവാൻഡ്രത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഇത്ര ഗ്രോത്ത് എനിക്ക് വന്ന് തുടങ്ങിയിട്ടില്ല. ഇനി വരുമായിരിക്കും. ഇതിപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഏകദേശം 1 വർഷം ആകാറായി. അന്ന് വെച്ച് കൊടുത്തപ്പോൾ ഞാൻ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു റോപ്പിലാണ്. റോപ്പ് അത്യാവശ്യം കട്ടിയുള്ളത് തന്നെയാണ്. അത്യാവശ്യം ഒരു ഇലാസ്റ്റിക് ടൈപ്പ് പോലത്തെയാണ്. മുന്നേ ഉണ്ടായിരുന്നത് നമുക്ക് സാധാ കയർ ടൈപ്പില്ലേ, അതായിരുന്നു. ഈ നാരൊക്കെ വെച്ചിട്ടുള്ള ചകിരിനാര് വെച്ചിട്ടുള്ള കയറില്ലേ, അതായിരുന്നു. അതും ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചായി വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കയറൊന്ന് മാറ്റി കൊടുത്തേക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ, നമ്മുടെ വീടിന് തന്നെ ഒരു പ്രത്യേക ഒരു ലുക്കാണ്. ഇനി ഇത് അധികമൊന്നും ഇങ്ങനെ വളർന്ന് നമ്മുടെ വീടിൻ്റെ ഇതുമായിട്ടൊന്നും ടച്ച് ചെയ്ത് കിടക്കുന്നില്ല. ദൂരത്ത് തന്നെ കാണാനും ഭംഗിയാണ്. പിന്നെ ഡയറക്റ്റ് അധികം വെയിലൊന്നും നമുക്ക് ഇവിടെ സിറ്റൗട്ട് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ നമ്മുടെ ബൊഗെയിൻവില്ല, അതാണ് നമ്മുടെ ഹൈലൈറ്റ്. ഞാൻ പണ്ടേ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമായിരുന്നു ബൊഗെയിൻവില്ല. പക്ഷെ അന്നൊന്നും ഇത്ര ഫേമസ് ഒന്നും അല്ലായിരുന്നു ബൊഗെയിൻവില്ല. അപ്പോൾ എനിക്കിത് എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത്? സാധാരണ നമ്മുടെ ചെടിക്കടകളിലൊന്നും അങ്ങനെ ബൊഗെയിൻവില്ലകളൊന്നും അത്ര കണ്ട് കാണൂല. ഭയങ്കര റേറ്റും ഒക്കെ ആയിരുന്നു പണ്ടൊക്കെ. അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് എല്ലാം ഭയങ്കര ഫേമസ് ആയിക്കൊണ്ട് ഭയങ്കര ട്രെൻഡി ആയിട്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ തുടക്കത്തിലാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു 4-5 വെറൈറ്റിയൊക്കെ ഉണ്ട്. മിക്കതും തന്നെ എപ്പോഴും ഫ്ലവറൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ഇതില്ലേ ബൊഗെയിൻവില്ല, ഇത് നമ്മളിപ്പോൾ ലാസ്റ്റ് ടൈം ഫെബ്രുവരിയിൽ പള്ളിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് അത്യാവശ്യം തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ കയ്യിലുള്ള വൈറ്റ് മിക്സായി പോയിട്ടുണ്ടായിരുന്നു. വേറൊരു പിങ്ക് കളറും കൂടി അതിനകത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവിടെ ഇരിക്കുന്നതും വേറൊരു പർപ്പിൾ കളറാണ്. എല്ലാം ഫ്ലവർ വന്നു തുടങ്ങിയിട്ടുണ്ട്. മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു കാലാവസ്ഥയാണ്. ഇന്ന് മഴയുള്ളത് കൊണ്ട് വൈകിട്ട് ചെടിക്കൊന്നും വെള്ളം ഒഴിക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഈവനിങ് കറക്റ്റായിട്ട് ഒഴിക്കും. പിന്നെ രാവിലെ എന്നുണ്ടെങ്കിൽ അമ്മയായിരിക്കും ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത്. ചില സമയത്ത് ഞാനും ഒഴിക്കും ചെടിക്കൊക്കെ. ഇത് നല്ല കാറ്റുണ്ട് കണ്ടോ. കയ്യിൽ കുറച്ച് ഓർക്കിഡ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഓർക്കിഡ്സിലൊന്നും ഫ്ലവർ
അത്രയ്ക്ക് കൂടുതലായിട്ടില്ല, എന്നാൽ അതിൽ പിടിക്കും. അങ്ങനെ ഒരു രീതിയാണ്. പിന്നെ ഇതേ ഒരു പോട്ടിൻ്റെ അതിൻ്റെ ഒരു ഹാങ്ങിങ് അത് പൊട്ടിപ്പോയി. അത് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഇതൊക്കെ ഞാൻ കോവിഡ് ടൈമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അന്ന് വാങ്ങിച്ച പോട്ട്സാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു എനിക്കിങ്ങനെ ഓർക്കിഡ്സിനോടൊക്കെ ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അതിനകത്ത് മുട്ട വരുന്നുണ്ടോ. ഈ ഒരു മുട്ടക്കുന്നുണ്ടല്ലേ, അത് ഒരു ദിവസം വിരിഞ്ഞിട്ട് അങ്ങ് പോകും. നല്ല മണവുമാണ്. ഓർക്കിഡ്സിൽ പൊതുവേ ഞാൻ അങ്ങനെ മണമുള്ളത് വളരെ കുറവായി കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ് വരുന്നത്. അത് ഒരു ദിവസം വിരിയും, മാക്സിമം ഒരു 2 ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ. അതിന് മുന്നേ അത് കൊഴിഞ്ഞു പോകും. പക്ഷെ നല്ല മുല്ല പോലെ നല്ല മണമുള്ളതാണ്. അപ്പോൾ മഴ ഉറച്ചു തുടങ്ങിയിട്ടുണ്ട്. മിൽക്കിക്ക് മഴ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്തേ ഇരുന്ന് മഴ കാണുക. മിൽക്കി മിൽക്കി മഴയാണോ മിൽക്കി? മിൽക്കിക്കും ഭയങ്കര ചൂടായിരുന്നു. അവനാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് ഓടി നടക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിങ്ങനെ വെള്ളം നനച്ചു കൊടുക്കും. ഇടയ്ക്ക് ഇങ്ങനെ മുഖത്തൊക്കെ തുടച്ചു കൊടുക്കും, കയ്യിലും കാലിലൊക്കെ. പിന്നെ അവനാണെങ്കിൽ ചില സ്പോട്ടുണ്ട്, അവിടെ മാത്രം ഇങ്ങനെ പോയി കിടക്കും. അപ്പോൾ അവിടെയൊക്കെ നല്ല തണുപ്പുള്ളത് കൊണ്ടാണ് അവ ഇങ്ങനെ പോയി കിടക്കുന്നത്. ആദ്യമരത്തിലൊക്കെ ഇപ്പോൾ കായകളൊക്കെ കുറച്ചേ ഉള്ളൂ. അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, മറ്റേ മീലി ബഗ്സിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്, എങ്കിലും ഉണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും അധികം ചെയ്തിട്ടില്ല. ആകെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടൊരു റെമഡി, കർപ്പൂരം ഒരു നല്ലൊരു ഇതിനുള്ള ഒരു ഇതാണെന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ കർപ്പൂരം ഇട്ടിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പുകച്ചു കൊടുക്കും. ഈവനിങ് ഒക്കെ ആകുമ്പോൾ അത് നമുക്ക് നല്ലൊരു മണമാണ്. അപ്പോൾ ഇതിനുമൊക്കെ നല്ല ഒരു ഫലമുള്ളൊരു സാധനമെന്നാണ് ഞാൻ കണ്ടത്. വേറെ എന്തെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മീലി ബഗ്സ് പ്രത്യേകിച്ചും ട്രീയിലൊക്കെ, നമുക്ക് ചെടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ മറ്റേ ടേബിൾ റോസിനകത്തൊക്കെ ഇങ്ങനെ മീലി ബഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ സോപ്പ് വെള്ളമാക്കിയിട്ട്, അങ്ങനെ വലിയ രീതിയിലല്ല, നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് കുറച്ചായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മൾ അതിനൊരു കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വരും. അപ്പോൾ എൻ്റെ 10 മണിയൊക്കെ ഇടയ്ക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. കാരണം ഈ ട്രീന്നൊക്കെ വീണ്ടും താഴത്തേക്ക് ഇത് ചാടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇത് കൃത്യമായിട്ട് മൊത്തത്തിൽ പോകാത്ത. അപ്പോൾ ഇത് മൊത്തത്തിൽ പോകാനുള്ള മാർഗ്ഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നാച്ചുറലായിട്ടുള്ള വേ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടില്ലേ, വെക്കിടത്തൊക്കെ പുല്ലാന്നതേണ്ടേ, കണ്ടോ? ഇതൊക്കെ കണ്ടോ? ഇങ്ങനെ നമ്മൾ പണ്ട്, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേരാണെന്ന് തോന്നുന്നു, ഓണപ്പുല്ലോ അങ്ങനെ സംതിങ് എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിത് കൃത്യമായിട്ട് അറിയില്ല. പണ്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇതുപോലെ അങ്ങനെ പറ്റി പിടിക്കുമായിരുന്നു. അപ്പോൾ മിക്കിയുടെ ദേഹത്ത് മുഴുവൻ ഇതുപോലെ കൂടെയാണല്ലോ. അപ്പോൾ അവൻ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുമ്പോൾ ഇതുപോലുള്ള പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഓരോന്ന് ഒപ്പിച്ചിട്ട് വരും. സാധാരണ തണുപ്പ് കാലത്ത് വേറൊരു ടൈപ്പ് ഒരു സാധനം, അതും ഒരു പുല്ലെന്നുള്ളതാണ്, ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് വരും. അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ ഡ്യൂട്ടി അതാണെങ്കിൽ ഇതിനെക്കാട്ടിയും പാടാണ് നമുക്ക് എടുത്തു കളയാനായിട്ട്. ചെട പിടിച്ച് കണക്കാണ്. കണ്ടാൽ തോന്നും അവൻ്റെ മുടി ഇങ്ങനെ ചെട ഇട്ടിരിക്കുന്നതാണെന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷേ അത് ആ ഒരു പുല്ലിൻ്റെ ഒരു ഇതാണ് അതിൽ പറ്റി പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ടാണ് ഈ ഒരു പുല്ലിൻ്റെ ഞാൻ കാണുന്നത്. എവിടെ നിന്നാണോ ദേവി ഇതൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ അവന് പറ്റുന്നതൊക്കെ അവൻ ഇങ്ങനെ എടുത്തു കളയും കേട്ടോ. ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്, അവൻ്റെ കാലയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ കടിച്ചു വലിച്ചൊക്കെ എടുത്ത് കളയും. ഞാൻ ഏതൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവന് പറ്റുന്നതെന്നൊക്കെ അവൻ എടുത്ത് കളയാറുണ്ട്. പക്ഷെ ഇതുപോലെ മുതുകത്തൊക്കെ പറ്റുകയെന്നുണ്ടെങ്കിൽ പാടാണ്. അതുപോലെ ഈ വാലയിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ പാടായിരിക്കും. എന്നാലും ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിക്കുന്നതാവുക?
ഇവിടെ ഓടി നടക്കുവാണ്, അതാണ് ഇതൊക്കെ ഒപ്പിച്ചെടുക്കുന്നത്. ഈ ഒരു കാലാവസ്ഥയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞങ്ങളുടെ കൊച്ചിലെ ഞാൻ താമസിക്കുന്നത് ഓടിട്ട വീട്ടിലാണ്. അപ്പം ഇങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല രസമാണ്. നമുക്കിങ്ങനെ തിണ്ണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ കൂടെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസം. ഇങ്ങനെ ഓട്ടിക്കൂടെ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കണം. മഴ ഭയങ്കരമായിട്ട് ഉറയ്ക്കുന്നതിന് മുന്നേ ഉള്ളൊരവസ്ഥ. പിന്നെ മഴ കഴിഞ്ഞിട്ട് നല്ല രസമാണ്. ആ ഒരു മണ്ണിൻ്റെ മണവും മൊത്തത്തിൽ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ സിറ്റൗട്ടിരുന്ന് കാണാനും പറ്റും. പക്ഷെ പണ്ടത്തെ കാലമൊക്കെ ആയിരുന്ന രസമാണ്. കഴിഞ്ഞ മേക്കിതേ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓക്കെയും വെള്ളയൊക്കെ ഇങ്ങനെ ചാഞ്ഞിപ്പോണ്ട്. തണുത്ത അന്തരീക്ഷം. മണ്ണൊക്കെ നനഞ്ഞു, നല്ല ഇതായി. നമ്മുടെ മരമെല്ലാം നനഞ്ഞു, വെള്ളമായി നിൽക്കുന്നു. ചെടിയൊക്കെ ഏകദേശം നനഞ്ഞു. മഴ പെയ്തപ്പോൾ നല്ലൊരു അന്തരീക്ഷം. ഇവിടെ ഒരു പൂച്ച കരയുന്നല്ലേ? എവിടെയത്? പൂച്ച കരയുന്നുണ്ടോ? വായോ നോക്കി നല്ല രസമുണ്ട് ഈ ഫ്രെയിമിൽ കാണാൻ. കുറേ ചെടികളും മിൽക്കിയും. നമ്മുടെ പേരമരമൊക്കെ ചാഞ്ഞു. മഴ ചെയ്തപ്പോൾ കുറച്ചുകൂടി ചാഞ്ഞു. ഇത്രയും ചാനായിരിക്കും. നമ്മുടെ ബുഷ് ഓറഞ്ച് ഈ കായകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഏറെയുണ്ട്. ഉള്ളിലോട്ട് നിൽക്കും. അത് ഇന്ത്യക്ക് നിൽക്കണം. നോക്കിയപ്പോൾ ഒരെണ്ണം താഴത്ത് മീൻ കിടക്കും. ഇതുകൊണ്ട് വേണ്ട. ചിലതൊക്കെ ഇടയ്ക്ക് ഇത് കണക്ക് പൊഴിഞ്ഞ് താഴെ പോകും. ഇത് ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇതൊക്കെ ഇനി നന്നായിട്ട് വളരണം. കുഞ്ഞു കുഞ്ഞായിട്ട് നിൽക്കുക. ഇടയ്ക്ക് ഞാൻ ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. അത് ഇത്ര അധികം ബ്രാഞ്ചുള്ളതെന്ന് തോന്നുന്നു. ഇതും ഞാൻ കട്ട് ചെയ്യും. പിന്നെ ഈ ജാമ്പയ്ക്കും കട്ട് ചെയ്യും. കണ്ടോ, ആ വ്യത്യാസമുണ്ട്. താഴത്ത് കുറച്ച് വളർന്നു വന്നതിന് ശേഷം ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കണ്ടോ, ആ ഭാഗം കഴിഞ്ഞിട്ട് മുകളിലോട്ട് ബ്രാഞ്ച് കൂടുതൽ. ഇതൊരു ചെറിയ കമ്പ് കൊണ്ട് വെച്ചതാണ്. അതിനകത്തിപ്പോൾ നിറച്ച് പൂക്കളുണ്ട്. അപ്പോൾ മഴയത്തൊക്കെ കുറേ കൊഴിഞ്ഞു പോയി. മഴ കഴിഞ്ഞിട്ട് ഈ നല്ല കിളികളുടെ സൗണ്ടൊക്കെ വൈകിട്ട് പ്രത്യേകിച്ച് നല്ല സൗണ്ട്. പിള്ളേരൊക്കെ കളിക്കുക. മഴ കഴിഞ്ഞപ്പോൾ ഉള്ള ബഹളം. മിൽക്കി ഇതേ കറങ്ങി കിടപ്പുണ്ട്. മിൽക്കിക്ക് ക്ലൈമറ്റ് ഇഷ്ടപ്പെട്ടു. ഇന്നലെ മിൽക്കിക്ക് വാക്ക് കൊടുത്തതാണ്. മഴ പെയ്യുവാന്നുണ്ടെങ്കിൽ നാളെ നടക്കാൻ പോവാന്ന്. മിൽക്കിക്കാണ് എന്നും നടക്കാൻ പോകാനാണ് ഇഷ്ടം. മിൽക്കിതേ അങ്ങനെ നോക്കിയിരിക്കുക. ഈ ഇടയിലാണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഷൈനിങ് ആണ്. ഇതിനകത്തൊക്കെ വെള്ളം വീഴുമ്പോൾ പ്രത്യേക ഒരു ഭംഗി. നമ്മുടെ കുറേ പ്ലാന്റ്സൊക്കെ ഇതുപോലെ അയച്ചേക്കും. ലീഫി പ്ലാന്റ്സ്, ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം ഞാൻ ഇതുപോലെ വെയിൽ ഡയറക്റ്റ് അടിക്കാനായിട്ട് ഇങ്ങോട്ട് വെച്ചിരിക്കുന്നത്. എന്നാലും അധിക നേരം അടിക്കത്തില്ല. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ അടിയിലാണ്. കാലത്ത് കിളിയേക്ക് വെള്ളം കുടിക്കാനാണ് ഞാൻ ഈ ഒരു ചട്ടിയിൽ വെള്ളം എടുത്ത് വെക്കാറുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ കിളികൾ വരും. മിക്ക അവസാനം പുറത്ത് പോവാണ്. ഹാപ്പി മിക്കി. റോഡൊക്കെ തണുത്ത് കിടപ്പുണ്ട്. മഴ പെയ്തു. സോ മിൽക്കി നടക്കുവാണല്ലേ. മിക്കി ഹാപ്പി ആയോ മിൽക്കി? മഴ പെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു മിക്കി? മിക്കിയുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് തോന്നുന്നു. ഇന്നലെ മിൽക്കിയുടെ അടുത്ത് പറഞ്ഞ മഴ പെയ്യുവാണെങ്കിൽ നടക്കാൻ കൊണ്ടുപോകാം. പോവാം നമുക്ക്. ലെറ്റ്സ് ഗോ. ഇത് അമ്മച്ചി അവിടെ നിൽപ്പുണ്ടല്ലേ മിക്കി? മിക്കിയുടെ അമ്മച്ചിയാണ് അതൂ നിൽക്കുന്നത്. വേണ്ട, മിക്കിയോട് കളിക്കുന്നു. അമ്മച്ചി നിൽക്കുന്നു. അത് പാടില്ല. മിക്കിയുടെ ശത്രു നോക്കുവാണ്. മിക്കിക്കൊരു എതിരാളിയുണ്ട്. ദൂ പോന്നു.
മിക്കിയുടെ നടത്ത റോഡിൽ ഇത് ക്യാൻസലായി. അവന് റോഡിലൊരു എനിമിയുണ്ട്. അവൻ അതുവഴി പോയി. പിന്നെ ബഹളമായി. അങ്ങനെ ഇവനകത്ത് കയറി. അതുകൊണ്ട് തൽക്കാലം മിൽക്കി ഇപ്പോൾ മുകളിലാണ്, ടെറസിലുള്ള പ്രയാണത്തിലാണ് അവൻ. മിൽക്കി ബാഡാകാതെ ബാ, കയറി ബാ, ജമ്പ്.